ഒരു നഗരത്തിന് നടുവിലായി പള്ളിക്കുന്ന ഭാഗത്ത് ഇങ്ങനൊരു കാവുണ്ട് എന്ന് അമ്മ പറഞ്ഞു തന്നപ്പോൾ ശരിക്കും അത്ഭുതമായിരുന്നു. എന്നത് കണ്ടിട്ട് തന്നെ കാര്യമെന്ന് കരുതി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. എത്തിയത് ഒരു വൈകുന്നേരമായിരുന്നു. എന്നാൽ ഇത്തിരി കൂടെ ഞാൻ അവിടെ എത്താൻ വൈകിയിരുന്നെങ്കിൽ ആ ചുറ്റുപാട് ഇത്തിരി ഭയപ്പാട് ഉളവാക്കുന്നതായിരുന്നു. തടത്തിൽ ഭഗവതി കാവ് അഥവാ കാട്ടിലെ കാവ്. ഇവിടേക്ക് ഞാൻ നടന്നെടുക്കുമ്പോൾ അമ്മ പറഞ്ഞു തന്ന ഐതിഹ്യ കഥയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. കനകത്തൂർ ആദിക്ഷേത്രത്തിന് തൊട്ടു പിന്നാലെയാണ് തടത്തിൽ ഭഗവതി കാവ് രൂപം കൊണ്ടത് എന്ന് പറയുന്നതായി കേട്ടിട്ടുണ്ട്. പള്ളിക്കുന്നിൽ ഒരു കാവുണ്ടായിരുന്നതായും സഞ്ചാരത്തിനായി വെറും കാളവണ്ടി മാത്രം ഉപയോഗിക്കുന്ന വഴിയരികിൽ ഇലയുടെ മനയിലേക്ക് പോകുന്ന വഴിക്ക് സ്ഥിതി ചെയ്തിരുന്ന കാവും സ്ഥലവും വഴിയാത്രക്കാർക്ക് പലതവണ ഭയപ്പാടും മറ്റു നേരിടേണ്ടി വന്നതിനാലും ഇല്ലത്തേക്ക് ഒരിക്കൽ വന്ന ബ്രാഹ്മണരെ യാത്രാക്ഷീണം മാറ്റാൻ സൗകര്യം ഒരുക്കി കൊടുത്ത ആതിഥേയരായ യുവതികൾ ശ്രീ കൂർമ്മയാണെന്നും രാത്രിക്ക് ശേഷം മനയിലെത്തിയ ആൾക്കാർ തന്ത്രിയെ ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെയുള്ള സ്ഥലത്തു നിന്നും മാറ്റി ഇന്നുള്ള സുന്ദര നിബിഡമായ വനത്തിൽ കുടിയിരുത്തിയതായും പറയുന്നു. മിക്ക കൂർമ്മക്ഷേത്രങ്ങളിലും കുംഭമാസമാണ് ഉത്സവം നടക്കാറ്. എന്നാൽ ഇവിടെ കുംഭം, മീനം എന്നീ 2 മാസങ്ങളിലായി മൂത്ത ഭഗവതിയുടെയും ഇളയ ഭഗവതിയുടെയും താലപ്പൊലി മഹോത്സവം നടക്കാറുണ്ട്. ഈ കാവിന്റെ പേരിന് അത്രയ്ക്ക് അർത്ഥവത്താണ് ഈ സ്ഥലം, കാട്ടിലെ കാവ്. ഇവിടെ സങ്കട നിവൃത്തിക്കായി എല്ലാ വെള്ളിയാഴ്ചകളിലും ഗുളിക കലശവും നടക്കാറുണ്ടത്രേ. മറ്റൊരു പ്രത്യേകത എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കൂട്ടുകാർ ഒരുമിച്ച് പോയി പെരുക്കി നിധി പോലെ സൂക്ഷിച്ചിരുന്ന മഞ്ചാടിക്കുരു എന്തോ ഒരു നിമിഷം കുട്ടിക്കാലം ഓർത്തുപോയി. അത് കണ്ടപ്പോൾ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സന്തോഷവും സമാധാനവും നൽകാൻ ഈ കാവിനും ഈ ചുറ്റുപാടിനും കഴിയുന്നതായി എനിക്ക് തോന്നി.